ശിവശങ്കർ, അങ്ങനെ ഒരാളുണ്ടോ ക്ലാസ്സിൽ? ശിവശങ്കർ ന്യൂ അഡ്മിഷൻ. ഓക്കെ, റോൾ നമ്പർ കിട്ടിയില്ലേ? ഇല്ല മാഡം. ആ ശരി ശരി. ആ പുതിയ ആള് ET ലാബിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും റോൾ നമ്പർ ഒക്കെ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ബേസിക് സിവിലിന്റെ ഒരു മെറ്റീരിയൽ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, മോഡ്യൂൾ 1-ന്റെ. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കണം. ആദ്യത്തെ 2 ക്ലാസ് നമുക്ക് കഴിഞ്ഞ് അല്ലെ, 2-3 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ 2 ക്ലാസ് ആണെന്ന് തോന്നുന്നു, 2 ക്ലാസ്. അപ്പൊ അന്ന് പഠിപ്പിച്ചതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. എളുപ്പമുള്ളതാണ് പഠിക്കാൻ. സോ so we pass on to next topic, that is buildings. What is a building? ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന സാധനം തന്നെയാണ് ബിൽഡിംഗ്. ബിൽഡിംഗ് പല പർപ്പസിനാണുള്ളത്. ബിൽഡിംഗ് ഇസ് എ സ്ട്രക്ചർ വിച്ച് പ്രൊവൈഡ്സ് ഷെൽട്ടർ ടു മാൻകൈൻഡ്. അതാണ് ബേസിക് നീഡ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഒരു ബേസിക് നീഡ് തന്നെയാണ് നമുക്കൊരു വീട് എന്ന് പറയുന്നത്. സോ അതാണ് ഒരു ബിൽഡിംഗ് ഡിഫൈൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു ഒരു വേർഡാണ് ഷെൽട്ടർ ടു മാൻകൈൻഡ്. ഇറ്റ് ഇസ് എൻ എൻക്ലോസ്ഡ് സ്പേസ് ബൈ വാൾസ്, ഫ്ലോർ ആൻഡ് സീലിംഗ് കോൾഡ് റൂംസ്. കുറെ റൂംസ് നമ്മൾ വേരിയസ് പല പല രീതിയിലും അറേഞ്ച് ചെയ്തിട്ട് അതിന് മുകളിൽ റൂഫും സൈഡിൽ എൻക്ലോസിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ദാറ്റ് വിൽ ബി എ റൂം. ആൻഡ് ടുഗെദർ എല്ലാ റൂംസും കൂടെ ചേർന്നിട്ട് നമുക്കൊരു ബിൽഡിംഗ് കിട്ടും. ഡിപ്പെൻഡിങ് ഓൺ ദ യൂട്ടിലിറ്റി of the rooms, they are classified as living room, dining room, kitchen, etc. Then civil engineers design the various components of the building such as slabs, beams, columns, etc. സ്ലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ റൂഫിൽ കാണുന്ന ഒരു ഹൊറിസോണ്ടൽ, ഒരു നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഒരു സാധനം, അതാണ് സ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ, ഒരു വലിയൊരു സ്ലാബ്, അതിന്റെ പുറത്താണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്, അത് ഓർത്താൽ മതി. ദെൻ ബീം എന്ന് പറയുമ്പം ആ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇതിന്റെ എല്ലാ ലോഡ്, ആ മോളിൽ വരുന്ന ലോഡ് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പർ, ദാറ്റ് ഇസ് എ ബീം. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടില് നോക്കിയാൽ കാണാൻ പറ്റും, ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുള്ള മറ്റേതാണെങ്കിലും കാണാൻ പറ്റും. എങ്ങനെ നമുക്ക് വലിയ വലിയ തടിയുള്ള പീസസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഓടിട്ട വീട്ടില് തടിയുള്ള പീസസ്, അതിനെ നമ്മൾ ബീം എന്ന് പറയും. പല പല ടൈപ്പ് ബീം. ഇവിടെ ആണെങ്കിൽ കോൺക്രീറ്റ് ബീം ആണെങ്കിൽ അത് കുറച്ചൊരു എന്താണ്, അതിന് നമുക്ക് പ്രത്യേകിച്ച് ഈ സ്ലാബിന് അടിയിൽ ഇങ്ങനെ കുറച്ച് വിട്ടും ഡെപ്തും ആയിട്ട് കുറച്ച് പോർഷൻ ചില ഒരു 3 മീറ്റർ ഗ്യാപ്പ് കിട്ടോ അല്ലെങ്കിൽ 4 മീറ്റർ ഗ്യാപ്പ് കിട്ടോ കാണാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താണ് ബീം എന്ന് പറയുന്നത്. ഇനി കോളം എന്ന് പറയുന്നത് എന്താണ്? കോളം ഈസ് എ വെർട്ടിക്കൽ മെമ്പർ, വെർട്ടിക്കൽ സ്ട്രക്ചറൽ മെമ്പറാണ് കോളം എന്ന് പറയുന്നത്. അതായത് പില്ലർ, തൂൺ എന്ന് പറയും. നമ്മുടെ ആ മുകളിലത്തെ ഫ്ലോറും താഴത്തെ ഫ്ലോറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെമ്പർ, ഒരു വെർട്ടിക്കൽ മെമ്പർ. അപ്പൊ അത് മുകളിൽ വരുന്ന ആ ബീമിന് ഇൻ കണക്ഷൻ വിത്ത് ദ ബീം ആയിരിക്കും എപ്പോഴും കോളം കൊടുക്കുന്നത്. അത് ഇനി ശ്രദ്ധിച്ചാൽ മതി. സോ ആ ബീമിന്റെ അറ്റത്ത് നമ്മൾ ആ മുകളിൽ വരുന്ന ലോഡിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കോളം വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് താഴെ ഫൗണ്ടേഷനിൽ കൊണ്ട് കണക്ട് ചെയ്യും. അപ്പൊ അത് താഴോട്ട് ഫൗണ്ടേഷനിൽ എർത്തിലോട്ട് അങ്ങ് പോകും. അതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിവിൽ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ദ ബിൽഡിംഗ് സച്ച് ആസ് സ്ലാബ്സ്, ബീംസ്, കോളംസ്, എക്സെട്ര ആൻഡ് പ്ലേസ് ദ ബിൽഡിംഗ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ആൻഡ് അറേഞ്ച് ദ റൂംസ് ഓഫ് ബിൽഡിംഗ് ടു ഗെറ്റ് മാക്സിമം കംഫർട്ട്. ഇനി അടുത്ത് നമ്മൾ ഈ ബിൽഡിംഗ്സിൽ പഠിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം, പ്ലേസ് ദ ബിൽഡിംഗ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. നമ്മളിപ്പം കിഴക്ക് ഭാഗത്ത് നമ്മൾ തിരിച്ചു വെക്കുന്ന വീടുകൾ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറയാൻ കാരണം അതിന്റെ ആ കാറ്റിന്റെ ഡയറക്ഷനും അതിന്റെ നാച്ചുറലി കിട്ടുന്ന വെന്റിലേഷനും ഒക്കെ അങ്ങനത്തെ വീടിന് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആ കാറ്റിന്റെയും നമ്മുടെ നാച്ചുറലി നമുക്ക് കിട്ടുന്ന എല്ലാ കംഫർട്ട്സും യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ബിൽഡിംഗ് പ്ലേസ് ചെയ്യാൻ. അതിന് കറക്റ്റ് ആ ഒരു പ്ലേസിൽ ആ വിൻഡിന്റെ ഡയറക്ഷനും പിന്നെ ലൈറ്റ്, സൺലൈറ്റിന്റെ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട്, ഇപ്പം നമ്മള് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ അടുക്കള വയ്ക്കും എന്ന് പറയും. കിഴക്ക് ഭാഗത്ത് നമ്മൾ കിച്ചണൊക്കെ പ്ലേസ് ചെയ്യുന്നത് കിഴക്ക് ഭാഗത്താണ്. ശരിക്കും എന്തുകൊണ്ടാണ്? ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആ രാവിലെ വരുന്ന ആ സൺലൈറ്റ് ആ അടുക്കളയിൽ അതിനകത്ത് അടിച്ചിങ്ങനെ വരും.
ആ ഒരു കോൺസെപ്റ്റിലാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലായി? അപ്പൊ ശരിക്കും അത് നല്ല റിഫ്രഷ്മെന്റ് ആയിരിക്കും, ആ സൺലൈറ്റ് നേരിട്ട് ഇങ്ങനെ അടിച്ച്. അപ്പൊ റൂംസ് അതുപോലെ തന്നെ നമ്മള് വിൻഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ആ ജനലൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ജനൽ ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിന് ക്രോസ് ആയിട്ട് അടുത്തൊരു ഓപ്പണിംഗ് കൊടുക്കണം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വിൻഡ് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ വന്ന് മറ്റേ സൈഡിൽ കൂടെ പോയി അപ്പുറത്ത് പുറത്തോട്ട് പോകും. അപ്പൊ നമുക്ക് വീട്ടിനകത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അല്ലാതെ കംപ്ലീറ്റ് ഇങ്ങനെ അടച്ചു മൂടി അങ്ങനെയുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് നെഗറ്റീവ് എനർജിയാണ് തരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ആ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി പല പല രീതിയിലും നമ്മൾ ആ എങ്ങനെയൊക്കെ റൂംസ് പ്ലേസ് ചെയ്യാം. വാരി വലിച്ച് നമുക്ക് എവിടെയെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റത്തില്ല. ഓരോന്നിനും ഓരോ കറക്റ്റ് ഇതുണ്ട്. ഇപ്പൊ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്താണ്, വെയിലൊക്കെ ഇങ്ങനെ പോയിട്ട് കുറച്ച് കാറ്റൊക്കെ വരും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അപ്പുറത്തെ പടിഞ്ഞാറേ സൈഡിലാണ്, അതായത് വെസ്റ്റ് സൈഡ്, പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ വല്ല അറിയാവോ? വെസ്റ്റ് സൈഡിലാണ് നമ്മുടെ സൺ വരുന്നത്. അപ്പൊ ആ സമയത്ത് വൈകുന്നേരത്തെ വെയിൽ അവിടുന്ന് അങ്ങോട്ടാണ് അടിക്കുന്നത്. അപ്പൊ ഈ ബെഡ്റൂംസ് ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ച് കുറച്ച് കൂടുതൽ നമ്മൾ അങ്ങോട്ടൊക്കെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. എല്ലാം അവിടെ വെക്കാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ നാച്ചുറലി കിട്ടുന്ന ലൈറ്റും എന്താണ് വിൻഡും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ റൂംസ്, ഒരു ബിൽഡിങ്ങിൽ റൂംസ് നമ്മൾ പ്ലേസ് ചെയ്യാം. സോ അറേഞ്ച് ദ റൂംസ് ഓഫ് ബിൽഡിംഗ് ടു ഗെറ്റ് മാക്സിമം കംഫർട്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ബിൽഡിംഗ്, അല്ല നമുക്ക് വാരി വലിച്ച് എവിടെയെങ്കിലും നമ്മൾ റൂം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഓരോന്നും അതിൻ്റെതായ സ്ഥലത്ത് തന്നെ നമ്മൾ കൊടുക്കണം. പിന്നെ what are the basic requirements of a building? A building should satisfy the basic requirements such as, ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, സ്ട്രെങ്ത് ക്രൈറ്റീരിയ. എന്നുവെച്ചാൽ ബിൽഡിംഗ് എന്തിനാണോ വെക്കുന്നത് ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടണം. ബിൽഡിംഗ് ഷുഡ് ബി സ്ട്രോങ് ടു സപ്പോർട്ട് ഇറ്റ്സ് നോർമൽ ലോഡിങ്. അതിനകത്ത് വരുന്ന ലോഡെല്ലാം അത് താങ്ങാൻ പറ്റണം. അത് എത്ര കാലത്തേക്കാണോ നമ്മൾ ഡിസൈൻ ചെയ്തത്, എന്ത് പർപ്പസിനാണോ നമ്മൾ ഡിസൈൻ ചെയ്തത്, ദാറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. Then second one, it should have sufficient stiffness so that any distortion does not reduce the efficiency. എന്ന് വെച്ചാൽ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ട് ഒരു ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാകാം. പക്ഷെ ദാറ്റ് ഡിഫോർമേഷൻ ഓർ ഡിസ്റ്റോർഷൻ ഷുഡ് ബി വിത്തിൻ എ പെർമിസിബിൾ ലിമിറ്റ്. ഇതിന് സർട്ടൺ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനപ്പുറം പോകാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അത് എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണെന്നറിയാം. അപ്പൊ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഷുഡ് ബി വിത്തിൻ ദ ഇലാസ്റ്റിക് റേഞ്ച് ഓൾവേസ്. എപ്പോഴും അത് ഇലാസ്റ്റിക് റേഞ്ചിൽ തന്നെ നിൽക്കണം. ലോഡ് വരും, ഡിഫ്ലക്ഷൻ ഉണ്ടാകും, പക്ഷെ അത് ആ ഡിഫ്ലക്ഷൻ കൊണ്ട് ഒരു പർട്ടിക്കുലർ ഒരു ലിമിറ്റിനപ്പുറം ആ ഡിഫ്ലക്ഷൻ പോകാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ, അപ്പൊ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ എപ്പോഴും സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് sufficient stiffness so that any distortion or deformation does not reduce the efficiency of the building. Then third one, the building should be so planned as to provide sufficient comfort and convenience to the occupants of the building. അതാണ് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ബിൽഡിങ്ങിന്റെ ബേസിക് റിക്വയർമെന്റ് സ്ട്രോങ് ആയിരിക്കണം, ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ പാടില്ല, അതർവൈസ് സെറ്റിൽമെന്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായാൽ തന്നെ അത് ഷുഡ് ബി വിത്തിൻ എ പെർമിസിബിൾ ലിമിറ്റ്. ദെൻ മൂന്നാമത്തെന്ന് പറയുന്നത് ഷുഡ് പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് ടു ദ ഒക്യുപ്പൻസ് ഓഫ് ദ ബിൽഡിംഗ്. ഓക്കെ, ബിൽഡിംഗ് എന്താന്ന് പഠിച്ചു, ബിൽഡിങ്ങിന്റെ റിക്വയർമെന്റ്സ് എന്താണ്. നമുക്ക് എന്ത് സാധനമായാലും നമ്മൾ എന്ത് കാര്യം നമുക്ക് എടുത്താലും അത് അതിന്റെ പർപ്പസ് മീറ്റ് ചെയ്യണം. അപ്പൊ അതാണ് അതിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആയാൽ നമുക്ക് ആ ബിൽഡിംഗ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ദെൻ അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്നതാണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബിൽഡിംഗ്? ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും? അതില് ഇപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി. പിന്നെ വരുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റൻസ്. ഫയർ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തീ എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു, എന്ന് വെച്ചാൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് കൊടുത്തേക്കുന്ന എന്താണ് ഫയർ സേഫ്റ്റി കംഫർട്ട്സ് ലെവൽസ് ഒക്കെ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്, അത് വെച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ തേർഡ് വൺ, ലോഡ് ട്രാൻസ്ഫർ. ലോഡ് എങ്ങനെ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ അടുത്ത് വാട്ട് ആർ ദ പ്രിഡോമിനന്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ, ബേസ്ഡ് ഓൺ ദാറ്റ് again classifying the buildings. Then ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ NBC, നാഷണൽ ബിൽഡിംഗ് കോഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞ NBC എന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് വെച്ചാൽ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തമായിട്ട്
നമ്മുടെ ഇന്ത്യക്ക് മൊത്തമായിട്ട് ഒരു വലിയൊരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഇത്ര കാര്യങ്ങളാകാം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും പ്രത്യേകം കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത്. സോ ആസ് പെർ ദാറ്റ് ബിൽഡിംഗിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത താഴെ പറഞ്ഞേക്കുന്നത്. സോ ഇത് ഇങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ആസ് പെർ NBC നോംസ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അതർവൈസ് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചോദിക്കാം, എന്താണ് ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ. ഈ ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി എന്ന് പറയുന്ന ഇതേ കാര്യം തന്നെയാണ് നമ്മൾ അപ്പുറത്ത് ഗ്രൂപ്പ് A ഗ്രൂപ്പ് B എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിൽ വെച്ചോ. ദെൻ ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് താമസിക്കാനുള്ള ബിൽഡിംഗ്. എനി ബിൽഡിംഗ് ഇൻ വിച്ച് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഇസ് പ്രൊവൈഡഡ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇൻക്ലൂഡ്സ് ലോഡ്ജിംഗ് വിത്ത് ഓർ വിത്തൗട്ട് കുക്കിംഗ് ഫെസിലിറ്റീസ്, 1 or 2 ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിംഗ്സ്, ഡോർമിറ്ററീസ്, അപ്പാർട്ട്മെന്റ് ഹൗസസ്, ഹോട്ടൽസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത് വരും. സെക്കൻഡ് വൺ, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ്സ് യൂസ്ഡ് ഫോർ സ്കൂൾസ്, കോളേജസ് or daycare purposes for more than 8 hours per week, involving assembly for instructions. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിന്റെ കൂടെ പെടുത്താം. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സ് എന്ന് പറയുമ്പം ഇപ്പൊ ഓർഫനേജോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ അങ്ങനെയുള്ള കാര്യങ്ങൾ. എനി ബിൽഡിംഗ് യൂസ്ഡ് ഫോർ മെഡിക്കൽ ഓർ അതർ ട്രീറ്റ്മെന്റ്സ്, കെയർ ഓഫ് ഇൻഫൻസ് ഓർ ഏജ്ഡ് പേഴ്സൺസ്, അനാഥാലയം, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എന്താണ് ഓർഫണേജ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗിലാണ് വരുന്നത്. പ്രൊവൈഡ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഫോർ ദ ഓക്യുപ്പൻസ്, എക്സാമ്പിൾ ഹോസ്പിറ്റൽ, ഓർഫണേജ്, ജയിൽ, എക്സെട്ര. നെക്സ്റ്റ് വൺ, അസംബ്ലി ബിൽഡിംഗ്. അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എനി ബിൽഡിംഗ് വേർ ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ അസംബിൾ or gather for amusement, recreation, social, religious purposes. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഇവരെല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലം, അതാണ് അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ തിയേറ്റർ, ഓഡിറ്റോറിയം, റിഫ്രഷ്മെന്റ് ആകാം, അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് വേണ്ടിയാകാം, അമ്യൂസ്മെന്റ് ആകാം. അപ്പൊ അതിന് ഏതിനെങ്കിലും വേണ്ടി നമ്മൾ ഒത്തുകൂടുന്ന ഒരു വലിയ സ്ഥലം, അതാണ് അസംബ്ലി ബിൽഡിംഗ്. തിയേറ്റർ, ഓഡിറ്റോറിയം, ജിംനേഷ്യം, റെസ്റ്റോറന്റ്, ചർച്ച്, അങ്ങനെയൊക്കെ പോകും. നെക്സ്റ്റ്, ബിസിനസ് ബിൽഡിംഗ്. ബിസിനസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ്സ് യൂസ് ഫോർ ദ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് or for keeping of accounts and records or professional establishments. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ബിസിനസ് ട്രാൻസാക്ഷൻ അങ്ങനെ വരുന്നതാണ് ബിസിനസ് ബിൽഡിംഗിൽ വരുന്നത്. എക്സാമ്പിൾ കോർട്ട് ഹൗസസ്, ബാങ്ക്, ലൈബ്രറി, ഓഫീസ് ഓഫ് ആർക്കിടെക്ട്സ്, ഡോക്ടർ, എഞ്ചിനീയർ. എന്നുവെച്ചാൽ അവരുടെയൊക്കെ സ്പെഷ്യൽ കൊടുക്കുകയാണെങ്കിലോ, ഹോസ്പിറ്റലിന്റെ കൂടെ വരാത്ത അങ്ങനത്തെയൊക്കെ ക്ലിനിക്ക് അങ്ങനത്തെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ വരും ഇതിനകത്ത്. ദെൻ മെർക്കൻഡൈൽ ബിൽഡിംഗ്സ് എന്ന് പറയുമ്പോൾ എനി ബിൽഡിംഗ് യൂസ് ഫോർ ഷോപ്സ്, സ്റ്റോർസ്, മാർക്കറ്റ് ഫോർ ഡിസ്പ്ലേ ആൻഡ് സെയിൽ ഓഫ് മെർച്ചൻഡൈസ്, ഐദർ ഹോൾസെയിൽ ഓർ റീറ്റെയിൽ. ചെറിയ സൂപ്പർ മാർക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെർക്കൻഡൈൽ ബിൽഡിംഗ്സിൽ വരും. Then industry building. Industry building എന്ന് പറയുമ്പോൾ buildings where products or materials of all kinds are fabricated, assembled, manufactured or processed. നമ്മൾ നേരത്തെ പഠിച്ച മെർക്കൻഡൈൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കാൻ വേണ്ടിയാണ്, എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാനും പിന്നെ അത് വിൽക്കാൻ വേണ്ടിയൊക്കെയാണ്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വേറെ പ്രോസസ് ഇസ് ബീങ് ഡൺ, ആ പ്രോസസ് നടക്കുന്ന സ്ഥലം. Industry building. Buildings where products or materials are fabricated, assembled, manufactured or processed. Okay, refinery, assembly plants, dry cleaning plants, pumping station, laboratory, laundry, etc. The next one, storage building. Storage building എന്ന് പറയുമ്പോൾ buildings used for the storage or sheltering of goods, including servicing, processing or repairs. Example, warehouses, cold storages, സ്റ്റോർ ഹൗസസ്, ഗാരേജസ്. അപ്പൊ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമാണ് സ്റ്റോറേജ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹസാർഡസ് ബിൽഡിംഗ്. ഹസാർഡസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലോസീവ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ബിൽഡിംഗ്സ് ആണ്. ബിൽഡിംഗ്സ് യൂസ് ഫോർ ദ സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ്, manufacture or processing of highly explosive materials or products which are liable to burn or may produce poisonous fumes or explosions. So hazardous building എന്ന് പറയുമ്പോൾ അതിൻ്റെതായ നോംസ് ഉണ്ട്, ഇത്ര സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഉണ്ടാക്കുന്ന ബിൽഡിങ്സ് ആണ് ഹസാർഡസ് ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ അത് ഫോർ ദ എന്താണ് ട്രാൻസാക്ഷൻ ഓർ സ്റ്റോറേജ് ഓഫ് ദിസ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ്. ലാസ്റ്റ് വൺ അത് വളരെ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, പിന്നെ 10 തകയ്ക്കാൻ വേണ്ടി എഴുതുന്നേ ഗ്രൂപ്പ് മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് എന്ന് വെച്ചാൽ വലിയ വലിയ ഷോപ്പിംഗ് മാൾ, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു മനസ്സിൽ വരുന്ന ഒരു ഇതിനനുസരിച്ച് വായിച്ച് പഠിച്ചാൽ മതി. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്താണ് നിങ്ങൾക്ക് സ്വന്തം സെന്റൻസിൽ എഴുതാൻ പറ്റും, അതിനൊരു എക്സാമ്പിൾ. അതുപോലെ എഡ്യൂക്കേഷണൽ, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കി പഠിച്ചോണം.
ദെൻ അസംബ്ലി ബിൽഡിംഗ് ഒരുപാട് കൂട്ടമായിട്ട് ഇങ്ങനെ നമ്മൾ ക്രിയേഷനോ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിനോ സോഷ്യൽ പർപ്പസിനോ ഒക്കെ കൂടുന്ന സ്ഥലം. ദെൻ ബിസിനസ് ബിൽഡിംഗ്, ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്. ദെൻ മെർക്കൻറ്റൈൽ, അപ്പൊ നമ്മൾ ട്രേഡ് ആണ് അവിടെ. മെർക്കൻറ്റൈൽ ഷോപ്സും സ്റ്റോഴ്സും ഒക്കെയാണ് വരുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് വെച്ചാൽ പ്രോസസിങ് ഓഫ് എന്താണ് ഗുഡ്സ്, where the products or materials of all kinds are fabricated, assembled, processed. Then സ്റ്റോറേജ്, എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗാരേജും വെയർ ഹൗസസും ഒക്കെയാണ് വരുന്നത്. ദെൻ ഹസാർഡസ്, എക്സ്പ്ലോസീവ്സ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. പിന്നെ മൾട്ടിപ്ലക്സ്, വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പൊ ഇതൊക്കെയാണ് ഒക്യുപ്പൻസി ബേസ് ചെയ്തിട്ട്. അപ്പൊ സപ്പോസ് ഒക്യുപ്പൻസി ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതണം. ഇനി അടുത്ത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ അത് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഓൾ സ്ട്രക്ചറൽ കമ്പോണൻസ് ഷുഡ് ബി 4 hour ഫയർ റെസിസ്റ്റന്റ് എന്ന് വെച്ചാൽ തീ കത്തിയാലും 4 hour അതിനെ കൊണ്ട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. സോ അതാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചറൽ കമ്പോണൻസ് ഷുഡ് ബി so designed that it should be fire resistant for 4 hours. 4 hour ഫയർ റെസിസ്റ്റന്റ് ആയിരിക്കണം. 3 hour ഫയർ റെസിസ്റ്റന്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് ടൈപ്പ് 2. ദെൻ 2 hour ആണെങ്കിൽ ടൈപ്പ് 3. ദെൻ 1 hour ആണെങ്കിൽ ടൈപ്പ് 4. ഓക്കെ. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ലോഡ് ട്രാൻസ്ഫർ. ലോഡ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ 2 തരം ബിൽഡിംഗ് ഉണ്ട്. ഒന്ന് ലോഡ് ബെയറിംഗ് മേസൺറി ബിൽഡിംഗ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട് മേസൺറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന വീടാണ് ബ്രിക്ക്. അപ്പൊ അതിനകത്ത് നമ്മൾ മുകളിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് അത് എപ്പോഴും താഴോട്ട് പോകുന്നത് ത്രൂ ദ മേസൺറി വാൾസ് എന്ന് വെച്ചാൽ ആ ചുവരിൽ കൂടെ തന്നെയാണ് താഴോട്ട് പോകുന്നത്. രണ്ടാമത്തത് ഫ്രെയിംഡ് ബിൽഡിംഗ്. ഫ്രെയിംഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പം നമ്മുടെ വലിയ വലിയ ഷോപ്പിംഗ് മോൾ അല്ലെങ്കിൽ നമ്മുടെ വലിയ ഫ്ലാറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് ഫ്രെയിംഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഫ്രെയിംഡ് എന്ന് പറയുമ്പോൾ framework of framed building എന്ന് പറയുമ്പോൾ framework of pillars and beams or columns and beams. കോളംസും ബീംസും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പം താഴെ നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്ത് മുകളിലോട്ട് വരുമ്പോൾ കുറെ കോളംസ് മാത്രമേ കാണൂ, കുറെ വെർട്ടിക്കൽ മെമ്പേഴ്സ് കാണും. എന്നിട്ട് അതിനെ കണക്ട് ചെയ്ത് കുറച്ച് ബീംസ് കാണും. ഇത്രേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇത് ഫ്ലാറ്റിന്റെ ഈ 10 നില ഉണ്ടെങ്കിൽ അത്രയും നമ്മളെല്ലാം ഇത് ത്രൂ ഒൺലി ബീംസും കോളംസും മാത്രമേ കാണുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മളൊരു ഫ്ലാറ്റ് ഒരു 7ാമത്തെ നിലയിലുള്ള വാങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ അത് കഴിഞ്ഞിട്ട് അവരത് സൈഡിലുള്ളത് കെട്ടി അടച്ചു തരും. ഓക്കെ. അത് നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്? സോളിഡ് ബ്ലോക്ക് യൂസ് ചെയ്യാം. ഇല്ല. BISH ജി അല്ലെങ്കിൽ ജി അല്ല BI ആയിരിക്കുമല്ലേ തുടക്കം? BISH ജി എന്ന് ടീച്ചർ അടിച്ചു നോക്കുമോ? എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ശിവ ടീച്ചർ ഇല്ലേ? ഹലോ, സോറി. ഹലോ, എല്ലാരും ഉണ്ടോ അവിടെ? ഓക്കെ. അപ്പൊ നമ്മൾ ആ ഫ്രെയിംഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞത് അപ്പൊ കുറെ കോളംസും ബീംസും മാത്രം കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിപ്പോ ഒരു ഫ്ലാറ്റ് നമ്മൾ 7th ഫ്ലോറിൽ വാങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് സൈഡില് ആരോ അൺമ്യൂട്ട് ആയിട്ടുണ്ട്, മ്യൂട്ട് ചെയ്ത് വെക്കും. അപ്പൊ സൈഡില് നമ്മള് എന്താണ് ചുടുകല്ല് ബ്രിക്ക് യൂസ് ചെയ്തിട്ട് കെട്ടാം. അതല്ലെങ്കിൽ സോളിഡ് ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് അതിന്റെ റൂംസ് എല്ലാം അറേഞ്ച് ചെയ്തെടുക്കാം. ആ ഒരു വാളിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അതുവഴി ലോഡ് പോകത്തില്ല. ലോഡ് മൊത്തം മുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് ത്രൂ ദ കോളംസ് ആൻഡ് ബീംസ് ഒള്ളി. നേരെ മറിച്ച് ലോഡ് ബെയറിംഗ് മേസൺറി ബിൽഡിംഗ് എന്ന് പറയുമ്പം ലോഡ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ത്രൂ ദ വാൾസ് ആണ്. മനസ്സിലായോ? വാൾ വഴിയാണ് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
മറ്റേതിലാണെങ്കിൽ ഈ ബീംസ്, അതായത് ഒരു ബീം ഇങ്ങനെ വരും, ആ ബീമിന്റെ രണ്ട് സൈഡിലും കണക്ട് ചെയ്തിട്ട് താഴോട്ട് രണ്ട് പില്ലർ കാണും. സോ ആ ബീമിൽ മുകളിൽ വരുന്ന ലോഡ് ബീമിൽ വരും, ആ ബീമിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ രണ്ട് പില്ലർ വഴി താഴോട്ട് പോകും. വീണ്ടും അത് അവിടെ നിന്ന് അങ്ങനെ താഴോട്ട് പോയി പോകും. മറ്റേതാണെങ്കിൽ അങ്ങനെയല്ല, നേരെ അത് ഈ മുകളിൽ വരുന്ന ലോഡ് ത്രൂ ദ വാൾസ് ആണ് താഴോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആ വാൾസ് നല്ല കോമ്പാക്ട് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. മനസ്സിലായ? അപ്പം ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റൻസ് എന്താന്ന് പഠിച്ചു, ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ലോഡ് ട്രാൻസ്ഫർ, ലോഡ് എങ്ങനെ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്നു അത് വെച്ചിട്ടാണ് മേസൺറി ബിൽഡിംഗ് എന്നുണ്ട്, പിന്നെ ഫ്രെയിംഡ് ബിൽഡിംഗ്. ഓക്കെ, ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രിഡോമിനന്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് മെറ്റീരിയൽ ആണ് അവിടെ ആ ബിൽഡിംഗിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ എർത്തൻ ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എർത്ത് യൂസ് ചെയ്ത്, എർത്ത് ആയിരിക്കും അവിടുത്തെ കൂടുതൽ പ്രിഡോമിനന്റ് ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എർത്ത് ബിൽഡിംഗ് ഇപ്പൊ നമ്മൾ അധികം കാണാറില്ല. പണ്ട് ഒക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന വീടുകളാണ് എർത്തൺ ബിൽഡിംഗ്. ദെൻ താച്ച്ഡ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഓലയോ അല്ലെങ്കിൽ പുല്ലോ ഒക്കെ വെച്ച് മേഞ്ഞ വീടുകളുണ്ട്, അതും ഇപ്പം വളരെ കുറവാണ്. അപ്പൊ അതാണ് താച്ച്ഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ. പിന്നെ മേസൺറി ബിൽഡിംഗ് അറിയാം നിങ്ങൾക്ക്, വുഡൻ ബിൽഡിംഗ് എന്ന് വെച്ചാൽ പണ്ടത്തെ വീടുകളിൽ നിന്ന് പണ്ട് എന്താണ് തടിക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് കാരണം ആൾക്കാർ നല്ല പണ്ടത്തെ വീടുകളൊക്കെ നല്ല തടിയിലൊക്കെ ഉണ്ടാക്കിയ വീടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ അതാണ് വുഡൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റീൽ ബിൽഡിംഗ്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ബിൽഡിംഗ്. ദെൻ RCC ബിൽഡിംഗ്, RCC ബിൽഡിംഗ് എന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്, അതാണ് RCC, റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് ബിൽഡിങ്ങിനാണ് അങ്ങനെ പറയുന്നത്. റീഇൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കമ്പിയും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് റീഇൻഫോഴ്സ്ഡ് വൺ. വെറും നമ്മൾ കോൺക്രീറ്റ് മാത്രം, കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ചല്ലിയും മറ്റേ മണലും സിമെന്റും എല്ലാം കൂടെ കുഴച്ച് വെറുതെ ഇടുകയാണെങ്കിൽ അത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, PCC. കമ്പിയും കൂടെ യൂസ് ചെയ്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് RCC. എന്ന് വെച്ചാൽ ബീം ഒക്കെ ആണെങ്കിൽ മുകളിൽ ലോഡ് താങ്ങുന്ന മെമ്പറാണ്. സോ അതിന് നമ്മൾ കമ്പി യൂസ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്താലേ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ അതിൽ ലോഡ് നിൽക്കുകയുള്ളൂ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ NBC. ഈ പറയുന്ന നാഷണൽ ബിൽഡിംഗ് കോഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈസ് സെയിം ആസ് നേരത്തെ നമ്മൾ ഒക്യുപ്പൻസി വെച്ച് പഠിച്ച അതേ ക്ലാസ്സസ് തന്നെയാണ്. പക്ഷേ NBC ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒന്നാമത്തത് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, അവരതിനകത്ത് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്ന് പറഞ്ഞിട്ടാണ് ഓരോരോ ബിൽഡിങ്ങിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എഴുതണം അല്ല. അപ്പോ ബിൽഡിങ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി നമ്മൾ പഠിച്ചു, പിന്നെ ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റൻസ്, ദെൻ മോഡ് ഓഫ് ലോഡ് ട്രാൻസ്ഫർ, ദെൻ നെക്സ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ പ്രിഡോമിനന്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ. അത് വെച്ചിട്ട് നമുക്ക് ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ആസ് പെർ NBC ക്ലാസിഫിക്കേഷൻ ഇത്രയും രീതിയിൽ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B അങ്ങനെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരു കാര്യം കൂടെ ഇന്ന് നമ്മൾ പഠിക്കുന്നുള്ളൂ, സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ബിൽഡിങ്സ്. ഇതും ഒരു ഷോർട്ട് ആൻസറിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ബിൽഡിങ്സ്, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? സോ എന്തിനാണ് അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? വൈ ഷുഡ് വി സെലക്ട് പ്രോപ്പർ സൈറ്റ് ഫോർ എ ബിൽഡിംഗ്? ഗുഡ് എൻവയോൺമെന്റ് ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയൊരു സ്ഥലം വാങ്ങിയാൽ പോരാ, നമ്മൾ എൻവയോൺമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ഫാക്ടറി ഉള്ള ഒരു ബിൽഡിംഗ് സൈഡ്, ഒരു ഫാക്ടറി സൈറ്റിലോട്ട് പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ചീപ്പായിട്ട് നമുക്കൊരു 10 സെന്റ് വെറുതെ കുറച്ച് വില കുറച്ച് ആരെങ്കിലും തരാന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി വീണ് പോയി വാങ്ങരുത്. കാരണം നമ്മൾ അവിടുത്തെ എൻവയോൺമെന്റ് നോക്കണം, അതിന് എന്തെല്ലാം ഹസാർഡ്സ് വരാം. ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയൊക്കെ കൊണ്ട് നമുക്ക് അവിടെ ഒരുപാട് നാളൊന്നും ചിലപ്പോൾ താമസിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാം. അതുപോലെ താഴ്ന്ന സ്ഥലം എന്ന് വെച്ചാൽ വയല്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ചതുപ്പ് സ്ഥലം, അവിടെയൊക്കെ നമ്മൾ ഒരു സ്ഥലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
അവിടെയാണെങ്കിൽ നമ്മൾ ബിൽഡിംഗ് ഫൗണ്ടേഷൻ ഇപ്പൊ ചിലപ്പം ഈ വയലിന്റെ കരയിലുള്ള ബിൽഡിങ്ങിനൊക്കെ ആണെങ്കിൽ സാങ്ഷൻ കിട്ടാൻ പാടായിരിക്കും. കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അതിനെന്തോ ഗ്രീൻ ബെൽറ്റ് എന്നോ അങ്ങനെ കുറെ അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൺസ്ട്രക്ഷൻ പെർമിഷൻ ഇല്ല. ഇൻ കേസ് അത് നമ്മൾ പൈസ ഒക്കെ അടച്ച് പെർമിഷൻ കിട്ടിയാൽ തന്നെ ചില ഏരിയയിൽ കിട്ടും. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്ത് കെട്ടിയാൽ തന്നെ ഈ ഫൗണ്ടേഷൻ നമ്മൾ കുഴിച്ച് കെട്ടാൻ വേണ്ടി ഒത്തിരി കാശാവും. കാരണം സാധാരണ നോർമൽ ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ല അവിടെയൊന്നും. ഓക്കെ, പിന്നെ നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റി നോക്കണം. ഇപ്പോ നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു അത്യാവശ്യം വന്നു നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അപ്പൊ നമുക്ക് വഴിയുണ്ടോ. ആദ്യം നോക്കേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉള്ള സ്ഥലമാണോ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് ഉള്ള സ്ഥലമാണോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ അടുത്തുണ്ടോ. ഹോസ്പിറ്റൽ മാത്രമല്ല ഇതുപോലത്തെ പല കാര്യങ്ങളും, ഇതുപോലെ വെള്ളം അല്ലെങ്കിൽ നാച്ചുറലി വെളിച്ചമൊക്കെ നല്ല കിട്ടുന്ന സ്ഥലമാണോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ. So good environment is highly essential for the well-being of the people. So this can be achieved by improving their living conditions through the construction of well-built and well-planned buildings, both for the living and for working. ശരി, നമ്മൾ താമസിക്കുന്ന സ്ഥലമായാലും നമ്മുടെ ഒരു വർക്കിംഗ് പ്ലേസ് ആയാലും. ഇപ്പൊ നമ്മൾ ഇവിടെ SCT നിങ്ങൾ ഇതുവരെ വന്നില്ല. ഇപ്പൊ ഒരു വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂം മൊത്തം ഇങ്ങനെ ജനലെല്ലാം അടച്ചിട്ടിട്ടാണ് ഇതിനകത്തിരിക്കുന്നത്. ഭയങ്കര സൗണ്ടാണ് പുറത്ത്. എന്ന് വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൊ നമ്മൾ ആ വർക്കിംഗ് പ്ലേസ് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് എന്താണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള അങ്ങനെയൊക്കെ വേണം. ഇതിപ്പം ഇടയ്ക്ക് പെട്ടുപോയതാണ്, ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ വന്നതുകൊണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി, അപ്പൊ അതിന്റെ സൈഡിലൊക്കെയാണ് നമ്മുടെ വർക്കിംഗ് പ്ലേസ്. നമ്മുടെ ആ മനസ്സൊക്കെ അങ്ങനെ ആ ഒരു ഇതിലോട്ട് അങ്ങ് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വർക്കിംഗ് പ്ലേസിലായാലും ലിവിങ് പ്ലേസിലായാലും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ദ മാസസ് ഷുഡ് ബി ഇംപ്രൂവ്ഡ് ടു ഇംപ്രൂവ് ദർ വർക്കിംഗ് എൻവയോൺമെന്റ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ദെൻ പീപ്പിൾ ഷുഡ് ഫീൽ ദാറ്റ് വർക്ക് ഈസ് മോർ എ പ്ലഷർ ദാൻ എ ടാസ്ക് വിച്ച് വിൽ ഇൻക്രീസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഇത് വർക്കിംഗ് പീപ്പിളിന്റെ കാര്യമാണ് ആ പറഞ്ഞത്. സോ ഗുഡ് എൻവയോൺമെന്റ് ഇസ് ഹൈലി എസെൻഷ്യൽ ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദ പീപ്പിൾ. അടുത്ത് സെലക്ഷൻ ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ കുറെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 8 പോയിന്റ്സ് മിനിമം എഴുതണം. വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് വായിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഒന്നാമതെന്ന് പറയുന്നത് ദ സൈറ്റ് ഷുഡ് ബി സെലക്ടഡ് കീപ്പിംഗ് ഇൻ വ്യൂ ദ പർപ്പസ് ഓഫ് ദ ബിൽഡിംഗ്. Okay, then the site should not be undulating because it will increase the cost of leveling. Undulating എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ താഴ്ന്നും ചരിഞ്ഞും ഒക്കെ ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും ഒക്കെ കിടക്കുന്ന ഭൂമി, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കഴിയുന്നത് പ്രിഫർ ചെയ്യരുത്. ഇപ്പോ അങ്ങനെയാണെങ്കിൽ അത് ലെവലിംഗിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. ചില സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്യണം പൊക്കമുള്ള സ്ഥലം, ചില സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്യണം, കട്ടിങ്ങും ഫില്ലിങ്ങും. അപ്പൊ ഇത് രണ്ടിനും ഒരുപാട് കാശാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സ്ഥലം കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. ദെൻ ഷുഡ് നോട്ട് ബി എ വാട്ടർ ലോക്ഡ് ഏരിയ. നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ ആ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഒത്തിരി താഴെ ആയിരിക്കണം. വാട്ടർ ലോക്ഡ് ഏരിയ ആവരുത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ അവിടെ മുഴുവൻ വെള്ളവും കെട്ടി നമ്മുടെ വീട്ടിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയി വാങ്ങരുത്. ഷുഡ് നോട്ട് ബി എ മെയ്ഡപ്പ് ലാൻഡ്. മെയ്ഡപ്പ് ലാൻഡ് എന്ന് പറയുന്നത് ചില സ്ഥലം നമ്മൾ നോക്കാൻ പോകുമ്പോൾ കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് നല്ല പുതിയ മണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതിന്റെ സൈഡിലോട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ സ്ഥലമൊക്കെ നോക്കണം. അത് ഒത്തിരി താഴ്ന്നതാണ്, അങ്ങനെയാണ്. ഇത് മാത്രം കുറച്ച് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെ മണ്ണിന്റെ അതും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് വെറുതെ കുറച്ച് മണ്ണും തട്ടി വെച്ചിട്ട് നല്ല ഫില്ല് ചെയ്ത് വച്ചേക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും, അത് ഉറച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ അത് കറക്റ്റ് നോർമലായിട്ട് അവിടെ ഫൗണ്ടേഷൻ കെട്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് സെറ്റിൽമെന്റ് ഉണ്ടാവും, സെറ്റിൽ ചെയ്തു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലം മെയ്ഡപ്പ് ലാൻഡ്. ഓക്കെ, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ, അതായത് ചുമ്മാ അങ്ങനെ കുറെ മണ്ണൊക്കെ കൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും എടുക്കരുത്, നിറച്ചിട്ടേക്കുന്ന സ്ഥലം. ഇറ്റ് ഷുഡ് പൊസസ് ഗുഡ് സോയിൽ അറ്റ് റീസണബിൾ ഡെപ്ത് റെഡ്യൂസിങ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ നോർമലി ഉള്ള ഒരു തറയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഷുഡ് നോട്ട് ബി ഡിപ്രഷൻ ആൻഡ് ഈസി ഡ്രെയിനേജ് ഫെസിലിറ്റി ഷുഡ് ബി അവൈലബിൾ. ഡ്രെയിനേജ് ഫെസിലിറ്റി ഉള്ള സ്ഥലമായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദെൻ നാച്ചുറൽ വെന്റിലേഷനും ലൈറ്റിംഗും ഉള്ള സ്ഥലമായിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ നാച്ചുറലി നമ്മുടെ കിട്ടുന്ന ആ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ നിയർ ടു റോഡ്. അപ്പൊ റോഡിന് അടുത്തായിരിക്കണം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യത്തിന് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല. പിന്നെ വേറൊരു കാര്യം, കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ സൈറ്റ് വരെ കൊണ്ടുവന്നില്ല ഈ തലയെ ചുമന്നാണ് കൊണ്ടുവരേണ്ട ഗതികേടാണെങ്കിൽ ഭയങ്കരമായിട്ട് കാശ് കൂടുതലാവും. Then it should be in a locality where various facilities like community services such as police and fire protection. അപ്പൊ ഈ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം കേട്ടോ. പോലീസ് ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ, ക്ലിയറിംഗ് ഓഫ് വേസ്റ്റ്, ഇതെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ വാട്ടർ സപ്ലൈ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഡ്രെയിനേജ്, ഇതെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ സ്കൂൾ, ഹോസ്പിറ്റൽ, ലൈബ്രറി, ടെലിഫോൺ, ഇതെല്ലാം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ എല്ലാ ഫെസിലിറ്റീസും കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. Then it should not be located near workshop and factories. Then the type of land should be complied as per the town planning schemes or building rules. ഇതാണ് ഞാൻ പറഞ്ഞത്. ഗ്രീൻ ബെൽറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും പോയി വാങ്ങരുത്. ഇപ്പം വയലിന്റെ കരയിൽ അങ്ങനെയൊക്കെയുള്ള, പിന്നെ അല്ലെങ്കിൽ നദിയുടെ റിവറിന്റെ ഒക്കെ അടുത്തുള്ളത്, അങ്ങനെ അല്ലെങ്കിൽ ചെറിയൊരു ചാനൽ ഉണ്ടായാലും മതി. അതിന്റെ അടുത്തുള്ള കുറെ സ്ഥലങ്ങൾ അവരിങ്ങനെ സോൺ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടാവും, ഗ്രീൻ ബെൽറ്റ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോയി വാങ്ങരുത്. പിന്നെ ദ പ്രോപ്പർ ഓണർഷിപ്പ് ആൻഡ് ലീഗൽ മാറ്റേഴ്സ് ഹാവ് ടു ബി ചെക്ക്ഡ് ബിഫോർ ബൈയിങ് എ സൈറ്റ്. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ഓണർഷിപ്പിന്റെ അവരുടെ പഴയ പ്രമാണം ഒക്കെ എടുത്ത് നോക്കിയൊക്കെയാണ് ചെയ്യാൻ. അപ്പൊ പലരും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ പൈസ കയ്യിലുണ്ടെങ്കിലും വെറുതെ ഒരു ലോൺ അങ്ങ് എടുക്കും ഈ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി. ലോൺ എടുത്ത ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ആ ലീഗൽ മാറ്റേഴ്സ് എല്ലാം ആ ബാങ്കുകാർ ക്ലിയർ ആയിട്ട് നോക്കും. ലീഗൽ മാറ്റേഴ്സ്, ആ പ്രമാണം കറക്റ്റ് ആണോ, നമ്മളെ പറ്റിക്കുകയാണോ, അതിന് മുമ്പുള്ള പ്രമാണമൊക്കെ എടുത്ത്. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഈ പ്രോപ്പർട്ടി എഴുതുന്ന ആ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതാണ്. സോ അതെല്ലാം എടുത്ത് പഴയതൊക്കെ നോക്കി എല്ലാവരും ക്ലിയർ ചെയ്തു തരും. പിന്നെ സൈറ്റ് അലോങ് സീ ഷോർ ഈസ് ഗുഡ് ഫ്രം ദ എന്റർടൈൻമെന്റ് പോയിന്റ് ഓഫ് വ്യൂ, ബട്ട് നോട്ട് ഗുഡ് ഫോർ മെറ്റൽ ഫിറ്റിംഗ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫിറ്റിംഗ്സ് എല്ലാം പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു പോകും. അപ്പൊ കടലിന്റെ കരകളിലൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ തുരുമ്പ് പിടിച്ചു അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇനി ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സിന്റെ, സാധാരണ ചോദിക്കാറില്ല, എന്നാലും ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ബിൽഡിംഗ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് ഓൾ റോ മെറ്റീരിയൽസ് ഷുഡ് ബി അവൈലബിൾ ഫ്രം ദ നിയർ ബൈ ഏരിയാസ്. അങ്ങനെ ആയിരിക്കണം. ദെൻ ലേബറേഴ്സിനെ കിട്ടണം ഈസി ആയിട്ട്. ദെൻ പിന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോന്ന് നോക്കണം, അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ടോന്ന് നോക്കണം. ദെൻ വേസ്റ്റ് ഡിസ്പോസൽ, അല്ലെങ്കിൽ അതിന്റെ അകത്തുണ്ടാവുന്ന സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ, അല്ലെങ്കിൽ ഏതായാലും അതിന് ഡിസ്പോസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള മീൻസ് അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് പഠിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് 2 മെയിൻ ടോപ്പിക്സ് ആണ് പഠിച്ചത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഇന്ന് ഈ പഠിപ്പിച്ചത് ഇന്ന് തന്നെ വായിച്ച് കറക്റ്റ് ആയിട്ട് നന്നായിട്ട് വായിച്ചു വെച്ചോണം. പിന്നെ ഇനി എക്സാമിന് മാത്രമേ പഠിക്കാവൂ ഇത്. ഓക്കെ. പിന്നെ രണ്ടാമത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദെൻ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ ബിൽഡിംഗ്. വൈ ഷുഡ് വി സെലക്ട് എ ബിൽഡിംഗ്, വൈ ഷുഡ് വി സെലക്ട് എ പ്രോപ്പർ സൈറ്റ് ഫോർ കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ്. ഒരു കറക്റ്റ് ആയിട്ട് നമ്മുടെ എൻവയോൺമെന്റിന് പറ്റിയ ഒരു സൈറ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് എന്തിനാണ്, അത് എങ്ങനെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ സൈറ്റ് ഫോർ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എത്രയും എഴുതണം. ഓക്കെ. അൺഡുലേറ്റിംഗ് ആവരുത്, വാട്ടർ ലോക്ഡ് ഏരിയ ആവരുത്, പിന്നെ എന്താണ് മെയ്ഡപ്പ് ലാൻഡ് ആവരുത്, പിന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റിയും പിന്നെ ബാക്കി പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. റോഡ്, പിന്നെ എന്താണ് ലൈബ്രറി, പിന്നെ ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി, ഹോസ്പിറ്റൽ, സ്കൂള്, അങ്ങനെയൊക്കെയുള്ള എല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ വർക്ക്ഷോപ്പിന്റെ ഫാക്ടറിയുടെ അടുത്തൊന്നും വരാൻ പാടില്ല. ബിൽഡിംഗ് റൂൾസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ മനസ്സിൽ വെക്കണം. പിന്നെ ഇൻഡസ്ട്രി ബിൽഡിംഗ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയൊന്ന് വായിച്ച് മനസ്സിലാക്കണം കേട്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ലീവ് ചെയ്യരുതേ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ലാബ് പറഞ്ഞിട്ടില്ലേ, വർക്ക്ഷോപ്പ്, അതെന്നാണ്? ഹലോ, വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ? എന്നൊരു ദിവസം ലാബ് വർക്ക്ഷോപ്പ് പറഞ്ഞിട്ടുണ്ട്, സിവിൽ വർക്ക്ഷോപ്പ്. അപ്പൊ അതിന്റെ ലിങ്കും ഇത് തന്നെയാണ് കേട്ടാ. മീറ്റിംഗ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഓക്കെ, ഞാനൊന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ, നോക്കട്ടെ. വ്യാഴാഴ്ച തന്നെയാണ്. വ്യാഴാഴ്ച. ഓ, അപ്പൊ അത് മീറ്റിംഗ് ലിങ്ക് ഇത് തന്നെയാണ് കേട്ടാ. ഈ ലിങ്കിൽ തന്നെ കയറിയാ മതി. ഓക്കെ മാം. പിന്നെ അറ്റൻഡൻസ് എടുത്തോട്ടെ.
ഒത്തിരി പേര് ആബ്സെന്റ് ആണല്ലോ, എന്ത് പറ്റി? ഓക്കെ, ലീവ് ചെയ്തോ. Thank you, ma'am. Thank you, ma'am. ശരി, Thank ശരി, you, ma'am. Thank 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 you, ma'am.